224 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു അതിൽ 159 രൂപ കൊടുക്കണ്ടോ എന്നുള്ളത്. എന്ത് സംഭവം നോക്കിയാലോ. ഇതാണ് സംഭവം. എം പേ അഥവാ മാക്സ്വിൻ പേ. കടയുടെ മുന്നിൽ ഇങ്ങനത്തെ ഒരു ബോർഡും ഇതേപോലത്തെ ഒരു സ്കാനറും വെച്ചിട്ടുണ്ടാവും. 1% തൊട്ട് 99% വരെ ഡിസ്കൗണ്ട് കൊടുക്കൂട്ടോ. അപ്പൊ നമ്മൾ കടയിൽ കയറി ഒരു 224 സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തു. ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഉണ്ട് കേട്ടോ. സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ നമ്മളിത് അടയ്ക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് അടിക്കുക. അപ്പോൾ അവർ ഡിസ്കൗണ്ട് കാണിച്ചിട്ട് ബാക്കി എത്ര അടയ്ക്കണം എന്നുള്ളത് കാണിക്കും. പിന്നെ നേരെ പോവാൻ നമ്മുടെ ത്രൂ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ അങ്ങനത്തേലൊക്കെയാണ് പോവുക. അതിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഗൂഗിൾ പേ കൊടുത്തപ്പോൾ ഗൂഗിൾ പേയിൽ നമ്മുടെ ആ ഡിസ്കൗണ്ട് കാണിച്ചിട്ടുള്ള എമൗണ്ട് മാത്രം പേ ചെയ്താൽ മതി. മാക്സ്വിൻ പേയുടെ ആപ്പിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, OTP വരും, അങ്ങനെയൊന്നും ഇല്ല. ഇനി നമുക്ക് പേ ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് വേണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് നേരെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് തൃശ്ശൂരാണ് വ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ അടുത്തുള്ള ജില്ലകളിലേക്ക് വരും. വെയിറ്റ് ചെയ്യുക എല്ലാവരും. ഓരോ ഏരിയയിൽ സ്പെസിഫൈ ചെയ്തിട്ട് ഓരോ കടകൾക്കായിരിക്കും ഈ എം പേയുടെ സ്കാനർ ഉണ്ടായിരിക്കുക. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കിരാലൂർ AKP ജനറൽ മർച്ചൻറ്റിലുണ്ട്. പിന്നെ ഞങ്ങൾ ഇനിയും ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറയാൻ ഒരു 20 രൂപ 2 കുപ്പി ജ്യൂസ് മേടിച്ചു. അതിലും നമുക്ക് 11 രൂപയോളം ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. 9 രൂപ 66 പൈസ അങ്ങോട്ടേ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ തൃശ്ശൂർക്കാരെ ഗൈസ് നമുക്ക് കോൾ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പരമാവധി അവസരം മുതലാക്കുക. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുന്ന നേരത്ത് എൻ്റെ കോഡ് ഒന്ന് അടിച്ചു കൊടുക്കുക, MP ടോണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറച്ച് ചില്ലറ കിട്ടും. ചേതലത്തൊരു ഉപകാരമല്ല, കഞ്ഞി പിടിച്ച് പോട്ടെ. ശരി കേട്ടോ, ബൈ.